ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് 10 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് പോളിംഗ് ബൂത്തിലെത്തുന്നത്. അമിത്ഷാ, ശിവരാജ് സിംഗ് ചൌഹാൻ, ജ്യോതിരാദിത്യ സിന്ധ്യ, പ്രഹ്ലാദ് ജോഷി, ബസവരാജ് ബൊമ്മെ എന്നിവരാണ് ജനവിധി തേടുന്നവരിൽ പ്രമുഖർ. അരുൺ പൂപ്പറമ്പ കർണാടകയിലെ ദാവനഗരെ മണ്ഡലത്തിൽ നിന്നും, ആർ അച്യുതൻ ഉത്തർപ്രദേശിലെ മെയിൻപുരി മണ്ഡലത്തിൽ നിന്നും, ശ്രീനാഥ് ചന്ദ്രൻ കേന്ദ്രഭരണ പ്രദേശമായ ദാമൻ ദിവിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം അരുൺ പൂപ്പറമ്പിലേക്ക്. അരുൺ, ഗുഡ് മോർണിംഗ്. മൂന്നാം ഘട്ടത്തിൽ വിധിയെഴുതുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് കർണാടകയിൽ? ഒപ്പം എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള മണ്ഡലങ്ങളിൽ, ഇപ്പോൾ അതിനുള്ള സ്ഥലത്ത് എന്താണ് അവസ്ഥ? പ്രജിൻ, ഞാനുള്ളത് ഇപ്പോൾ വടക്കൻ കർണാടകയിലെ ദാവനഗര മണ്ഡലത്തിലെ ഒരു ബൂത്തിലാണ്. ഇവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. എന്നാൽ നമ്മുടെ കേരളത്തിൽ കാണുന്നത് പോലെ തന്നെ രാവിലെ ഈ വലിയ, അതായത് ഏറെ രാവിലെ വന്ന് കാത്തിരുന്ന് അങ്ങനെ വോട്ട് ചെയ്യുന്നൊരു രീതിയില്ല. പതിയെയാണ് ഇവിടുത്തെ പോളിംഗ് ബൂത്തുകൾ സജീവമാകുക. ഇവിടെ ഇപ്പോൾ വിരലെണ്ണാവുന്ന വോട്ടർമാർ മാത്രമേ എത്തിയിട്ടുള്ളൂ. എന്നാൽ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. കർണാടകയിലെ 14 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. വടക്കൻ കർണാടകയിലെ 14 മണ്ഡലങ്ങളിലാണ്. ശക്തമായ സംഭവബഹുലമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷമാണ് ഈ വോട്ടെടുപ്പിലേക്ക് കടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇപ്പോൾ ഒരു വോട്ടർ ഉണ്ട്. അണ്ണാ, കമ്മിങ് ഏർലി മോർണിംഗ് ടു വോട്ട്. ഇസ് മൈ ഡ്യൂട്ടി. വോട്ട് ചെയ്ത് എന്നെ ആദ്യ കൃത്യമോ നിങ്ങൾ വോട്ട് കൊണ്ട് 100% വോട്ട് പണുങ്ക. എന്തായാലും പ്രജിൻ, ബൂത്തുകൾ കർണാടകയിൽ പൊതുവെ അങ്ങനെയാണ്. ഈ ബൂത്തുകൾ രാവിലെ നമ്മുടെ കേരളത്തിലുള്ള പോലെ സജീവമാവില്ല. പതിയായിരിക്കും വോട്ടർമാർ എത്തിച്ചേരുക. അതിനുശേഷം ഒരു 9 മണിയോടെയൊക്കെ കൂടുതൽ വോട്ടർമാർ എത്തുന്ന ഒരു പ്രവണതയാണ് പൊതുവെ കർണാടകയിൽ ഉണ്ടാകാറ്. പ്രത്യേകിച്ച് ഈ വില്ലേജ് തലങ്ങളിലൊക്കെ ആ രീതിയിലാണ് ഉണ്ടാകാറ്. എന്തായാലും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഭവബഹുലമായിട്ടുള്ള പ്രചാരണ കോലാഹലങ്ങളാണ് കർണാടകയിൽ ഉണ്ടായത്. പ്രചാരണ വിഷയങ്ങൾ, പ്രചാരണ തന്ത്രങ്ങളെല്ലാം മാറിമറിഞ്ഞ ഒരു പ്രചാരണം ആണ് കർണാടകയിൽ ഉണ്ടായതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവസാനം നമുക്കറിയാം, പ്രജ്വൽ രേവണ്ണ, HD രേവണ്ണ ഉൾപ്പെട്ട ലൈംഗിക അതിക്രമ കേസ് പോലും അവസാന ലാപ്പിൽ പ്രചരണത്തിൽ ഇടം പിടിച്ചു. അതെങ്ങനെ പ്രതിഫലിക്കും, ഗ്രൗണ്ട് ലെവലിൽ എങ്ങനെ അത് പ്രതിഫലിക്കുമെന്ന ആശങ്ക അല്ലെങ്കിൽ പ്രതീക്ഷയൊക്കെയാണ് മുന്നണികൾ പങ്കുവെക്കുന്നത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 7 മണിയോടെ തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. എന്തായാലും ശക്തമായ മത്സരം കർണാടകയിൽ നടക്കുന്നുണ്ട്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളായ 14 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നതെങ്കിൽ പോലും മാറി വന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുമെന്നതിൽ രാഷ്ട്രീയ കൗതുകം കൂടിയുണ്ട്. പ്രജിൻ, ശരി. ദാവനഗര മണ്ഡലത്തിൽ നിന്നും അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഉത്തർപ്രദേശിലേക്കാണ്. മെയിൻപുരി മണ്ഡലത്തിൽ നിന്നും ആർ അച്യുതൻ നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. അച്യുതൻ, ഗുഡ് മോർണിംഗ്. അവിടെ മെയിൻപുരി മണ്ഡലം, അത് ഡിംപിൾ യാദവിന്റെ മണ്ഡലമാണ്. ശക്തമായ മത്സരം നടക്കുന്നൊരു മണ്ഡലം കൂടിയാണ്. എന്താണ് അവിടുത്തെ സാഹചര്യം? ഇപ്പോൾ അച്യുതനുള്ളത് ഏത് പ്രദേശത്താണ്? അവിടുത്തെ പോളിംഗ് ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ? വിവരങ്ങൾ. പ്രജിൻ, ഞാനിപ്പോൾ ഉള്ളത് മെയിൻപുരിയിലാണ്, മെയിൻപുരി മണ്ഡലത്തിലാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും പോൾ മോക്ക് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. 7 മണിയോടുകൂടി പോളിംഗ് ആരംഭിക്കും. 5 മണി വരെയാണ് പോളിംഗ് നടക്കുക. ഏതാണ്ട് 1996 മുതൽ സമാജ്വാദി പാർട്ടിക്കൊപ്പം സഞ്ചരിക്കുന്ന മണ്ഡലം കൂടിയാണ് മെയിൻപുരി. മുലായം സിംഗ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുലായം സിംഗ് വീണ്ടും ഇവിടെ നിന്ന് ജയിച്ചു പാർലമെന്റിലേക്ക് എത്തുന്നു. തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം മരുമകളായിട്ടുള്ള ഡിംപിൾ യാദവാണ് 2022 ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും ഈ മണ്ഡലത്തിൽ മത്സരരംഗത്തെത്തുന്നത്. അന്ന് 2022 BJPയുടെ രഘുരാജ് സിംഗ് ഷാക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 2 ലക്ഷത്തിന് മുകളിലായിരുന്നു അന്ന് നേടിയ ഭൂരിപക്ഷം. 2019 മുലായം സിംഗ് യാദവ് നേടിയതിനേക്കാളും ഇരട്ടി ഭൂരിപക്ഷം ഡിംപിൾ യാദവ് ഈ മണ്ഡലത്തിൽ നേടുകയുണ്ടായി. ഇത്തവണ വരുമ്പോൾ സ്ഥാനാർത്ഥി ജയ്സീർ സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കടുത്ത ഒരു പോരാട്ടം ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. OBC ഏറ്റവും കൂടുതലുള്ള ഒരു മേഖല കൂടിയാണ് മെയിൻപുരി. അപ്പോൾ യാദവ് വോട്ടുകൾ അടക്കമുള്ളവ നിർണായകമാകുന്ന ഒരു കേന്ദ്രം കൂടിയാണ് മെയിൻപുരി. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് നിർണായകമാണ്. ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചും നിർണായകമായിട്ടുള്ള ഒരു മണ്ഡലമാണ് മെയിൻപുരി. വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമായ ഒരു മണ്ഡലമായി മെയിൻപുരി മാറും. ഉത്തർപ്രദേശിലെ മറ്റ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ
ഫത്തേപൂർ സിക്രി, അതുപോലെ തന്നെ ആഗ്ര, ഹത്രാസ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളും ഈ മൂന്നാം ഘട്ടത്തിലാണ് പോളിംഗ് ബൂത്തിൽ എത്തുന്നത്. അങ്ങനെ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മണ്ഡലങ്ങളിൽ, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ബാങ്കുകൾ ഇന്ന് പ്രവർത്തിക്കുകയില്ല. ഒപ്പം തന്നെ പ്രശ്നബാധിതമായിട്ടുള്ള മണ്ഡലങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള മണ്ഡലങ്ങൾ, അവിടെ പോലീസ് വിന്യാസവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും 7 മണിക്കായിരിക്കും പോളിംഗ് ആരംഭിക്കുന്നത്. പ്രജിൻ. ശരി, ആർ അച്യുതനാണ് മെയിൻപുരിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇനി ദാമൻദ്വീപിലേക്കാണ് ശ്രീനാഥ് ചന്ദ്രൻ ഉണ്ട് അവിടെ തയ്യാറായി നിൽക്കുന്നത്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. എന്താണ് ദാമൻദ്വീപിലെ വിശേഷങ്ങൾ? അവിടെ ഏത് മേഖലയാണ് ഇപ്പോൾ ശ്രീനാഥ് ഉള്ളത്? അവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ? മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ടോ? ഈ ദമൻ ദിയു എന്ന് പറയുമ്പോൾ അത് 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഏതാണ്ട് 700 കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഈ ദമനും ദിയുവും തമ്മിൽ. ഞാനിപ്പോൾ ഉള്ളത് ദമനിലാണ്. ഏതായാലും 700 കിലോമീറ്റർ വ്യത്യാസമുണ്ടെങ്കിലും രണ്ടിടത്തും വോട്ടർമാർ തിരഞ്ഞെടുക്കുന്നത് ഒരു MP-യാണ്. മാഹിയും പുതുച്ചേരിയും ഒക്കെ പോലെ അത്രയും വ്യത്യാസമുള്ള ഒരു മേഖലയാണ്. ഏതായാലും ദമനിൽ ഇത്തവണ ഒരു ശ്രദ്ധേയമായ പോരാട്ടമാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ വിജയിച്ച മോഹൻ ദേൽക്കർ, അദ്ദേഹം പിന്നീട് ആത്മഹത്യ ചെയ്തു. അദ്ദേഹം സ്വതന്ത്രനായിരുന്നു മത്സരിച്ചിരുന്നത്. ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് വിടവാങ്ങിയ വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇത്തവണ മത്സരിക്കുന്നത്. പക്ഷേ അവർ മത്സരിക്കുന്നത് BJP ടിക്കറ്റിലാണ് എന്നൊരു വ്യത്യാസം, ഒരു വൈരുദ്ധ്യം അതിലുണ്ട്. ഏതായാലും അവർ വലിയ വിജയ പ്രതീക്ഷയിലാണ്. അവരുടെ ഒരു സ്വതന്ത്ര എന്നുള്ള നിലയ്ക്ക് പോലും അവർക്ക് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് ഇത്തവണയും അവർ വിജയ പ്രതീക്ഷ വയ്ക്കുന്നു. കോൺഗ്രസും ശക്തമായ ഒരു സ്ഥാനാർത്ഥി ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെയുള്ളൊരു സ്കൂളിലാണ്, ലോകമാന്യ തിലക് അപ്പർ പ്രൈമറി സ്കൂൾ. ഇപ്പോൾ സമയം ഏതാണ്ട് വോട്ടിങ്ങിന് അടുത്ത് വരികയാണ്. 7 മണിയോടെ വോട്ടിംഗ് തുടങ്ങും. മോക്ക് പോളിംഗ് അടക്കം പൂർത്തിയായിട്ടുണ്ട്. 2 ബൂത്തുകളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ സമയം വരെയും വലിയ വോട്ടർമാരുടെ തിരക്കോ ആരെയും തന്നെ കാണാൻ കഴിഞ്ഞില്ല. വന്നത് കുറച്ച് മലയാളികൾ മാത്രമാണ്. കാരണം ഇവിടെ വലിയ മലയാളി സാന്നിധ്യമുള്ള ഒരു മേഖല കൂടിയാണ്. കുറച്ച് മലയാളി വോട്ടർമാരുണ്ട് അല്ലേ? ആദ്യത്തെ മുന്നിൽ നിൽക്കുന്ന മലയാളികളാണ്. അതെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എൻ്റെ പേര് രവിശങ്കർ. ഇവിടെ 10-30 കൊല്ലമായിട്ട് ദമനിൽ തന്നെ ഉണ്ട്. നിങ്ങളൊക്കെ ആദ്യം തന്നെ വരും അല്ലേ? വോട്ട് ചെയ്യാൻ ആദ്യം തന്നെ വരും. ഇവിടുത്തെ ആളുകളെക്കാൾ മുന്നേ എത്തി. ഏതായാലും ശരി. അതാണ് വോട്ടിങ്ങിന് കേരളത്തിൽ വലിയ പെർസെൻറ്റേജ് കാണാറുണ്ട്. കേരളത്തെ പോലെ തന്നെ വലിയ ശതമാനം വോട്ടർമാർ എത്തുന്ന മണ്ഡലമാണ് ദമൻ. ഏതാണ്ട് 75-80% അടുത്ത് വോട്ടർമാർ വോട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ സമാനമായ തരത്തിലുള്ളൊരു ടെറൈനാണ് ഇവിടെ. വോട്ടർമാരിൽ പ്രധാനമായും മലയാളികളെയാണ് രാവിലെ ആദ്യ ക്യൂവിൽ കാണാൻ കഴിയുന്നത്. ശരി, ദമനിൽ നിന്നാണ് ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത്.